ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ബിരിയാണിക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത തൈര് സവോള സാലഡാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് 2 മീഡിയം സൈസ് സവോള, കുറച്ച് മല്ലിയില, ഒരു കുക്കമ്പർ, ഒരു ക്യാരറ്റ്, 5 പച്ചമുളക്. ഇതിൽ കുക്കമ്പറും ക്യാരറ്റും പകുതിശം മതിയാവും. ഞാൻ ഇപ്പോൾ ഒരു 200 ml തൈരാണ് അതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ആ സവോള ഇതേപോലെ അതിൻ്റെ മൂക്ക് ഭാഗം ഇതുപോലെ ഒന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബിരിയാണിക്കുള്ള സാലഡ് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഇതിൽ ചെറിയൊരു ടിപ്പാണ് പറയുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ സവോള കട്ട് ചെയ്യുന്നത്. അതായത് അധികം പൊടിയല്ല, എന്നാൽ അധികം വലിപ്പത്തിലുമല്ല. നമ്മളിപ്പോൾ ഓംലേറ്റിനൊക്കെ കട്ട് ചെയ്യുന്ന മാതിരി. അപ്പോൾ 2 സവാള ഞാൻ അതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് നമ്മൾ സ്ലൈസ് ആക്കിയതിന് ശേഷം തോരന് കട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് ചെറുതായിട്ട് അതേ രൂപത്തിൽ കട്ട് ചെയ്യും. ഇങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് സാലഡ് കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ക്യാരറ്റും സവാളയും ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് ശേഷം അതിലേക്ക് നല്ല ശുദ്ധമായ ജലം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് വാഷ് ചെയ്യണം. അതായത് നമ്മൾ തിരുമ്മി വാഷ് ചെയ്യുന്നതുകൊണ്ട് അല്പം വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതിൻ്റെ വെള്ളം ഒന്ന് വാർന്ന് വരട്ടെ. അപ്പോൾ ക്യാരറ്റ് സെപ്പറേറ്റ് കഴുകിയാലും മതി. ഇപ്പം ഇങ്ങനെ സവോള കഴുകുന്ന സമയത്ത് പെട്ടെന്ന് അതിന് രുചി മാറില്ല സാലഡിന്. എത്ര സമയം വേണമെങ്കിലും വെച്ചിരിക്കാം. ഇപ്പോൾ ഞാൻ ആ കുക്കമ്പർ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല. അതിൻ്റെ പകുതി എടുത്തിട്ട് അല്പം വലിപ്പത്തിൽ കട്ട് ചെയ്യുക. അതായത് നമ്മൾ സവോള കട്ട് ചെയ്തതിനേക്കാൾ കുറച്ച് വലിപ്പം ഉണ്ടായിക്കോട്ടെ. ഈ സാലഡിൽ ഞാൻ തക്കാളി ചേർക്കുന്നേ ഇല്ല. അപ്പോൾ കുക്കമ്പർ അതാ മാറ്റി വെച്ചു. തക്കാളി ചേർക്കാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. ഇനി ആ പച്ചമുളക് നമ്മൾ ഇതേപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ പച്ചമുളക് കട്ട് ചെയ്തു. ഇനി നമ്മൾ അതിലേക്കൊരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റീൽ പാത്രം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്ലാസ്റ്റിക് പാത്രത്തിലും അതേപോലെ അലുമിനിയം പാത്രത്തിലൊന്നും നമ്മളത് ഉണ്ടാക്കരുത്. അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ രുചി മാറും. അപ്പോൾ സവോളയും ക്യാരറ്റും കുക്കമ്പറും പച്ചമുളകും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ആ തൈര് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചേർക്കുക. അപ്പോൾ തക്കാളി നമ്മളിതിൽ ചേർക്കാത്തത് എന്താ വെച്ചാൽ ഇത് കുറേ സമയം ഇരിക്കുമ്പോൾ തക്കാളിയുടെ വെള്ളം ഇറങ്ങി അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ തക്കാളി ചേർക്കാം. അപ്പോൾ ഞാൻ അല്പം ഉപ്പും ചേർത്ത് കൊടുത്തു ആവശ്യത്തിന്. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പാണ്. കുറഞ്ഞാലും ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല, കൂടിപ്പോയാലും ഇതിന് ടേസ്റ്റ് നമ്മൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എടുത്ത തൈര് മുഴുവൻ ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ കുറേശ്ശെ ആയിട്ട് ചെയ്യാം. അപ്പോൾ ആ തൈര് നമുക്ക് പോരായ്ക വന്നിട്ടുണ്ട്. ഒരല്പം കൂടി തൈര്, ഇപ്പോൾ ഒരു 200-ലധികം ml തൈര് ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൂടി ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ മല്ലിയില കട്ട് ചെയ്തതും കൂടി അതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടിപൊളി ബിരിയാണിയുടെ ഓണിയൻ തൈര് സാലഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു സാലഡാക്കി നമുക്ക് എടുക്കാൻ പറ്റും. പാർട്ടികളിൽ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിലും ഇത് നല്ലൊരു രുചി ഉണ്ടാവും. നമുക്ക് സവാള കഴുകാതെ വരുമ്പോഴാണ് ആ രുചി മാറിപ്പോകുന്നത്. കാരണം ആ സവാളയിൽ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു പാല് നമ്മൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുകൂടി ആ തൈരിൽ മിക്സ് ആകുമ്പോഴാണ് അങ്ങനെ നമ്മൾക്ക് ആ തൈരിൻ്റെ സാലഡിൻ്റെ രുചി മാറുന്നത്. ഞാനിപ്പോൾ അത് വേറൊരു സർവിങ് ബൗളിലേക്ക് പകർത്തി കാണിച്ചു. അപ്പോൾ അടിപൊളിയായില്ലേ? ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ബിരിയാണിക്ക് നെയ്ച്ചോറും നമുക്കിത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇന്നിപ്പോൾ എനിക്കുള്ളത് ടൊമാറ്റോ റൈസാണ്. അതിനും ഇത് നല്ലതുപോലെ ചേരും. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്